ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിലെ സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ നിർമ്മിച്ച റവന്യൂ ടവർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 100 നാൾ പിന്നിട്ടു. ഒരു കുടക്കീഴിലായില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും കെട്ടിടത്തിന്റെ മിനുക്കുപണികൾ തുടരുകയാണ്. വിവിധ ഇടങ്ങളിലായി കിടക്കുന്ന 15 സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി നൽകിയത്. എന്നാൽ നാളിതുവരെ ഒരു സ്ഥാപനവും ഇവിടേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് റവന്യൂ മന്ത്രി കെ രാജൻ മട്ടന്നൂരിലെ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത്. വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് മട്ടന്നൂർ നഗരത്തിൽ കിഫ്ബി സഹായത്തോടെ 34.30 കോടിയോളം രൂപ ചെലവിട്ട് റവന്യൂ ടവർ നിർമ്മിച്ചത്. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കോടതിക്ക് തൊട്ടടുത്തായി റോഡരികിൽ ജലസേചന വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ 3 ഏക്കർ സ്ഥലത്താണ് 5 നിലകളിലായി 5234 ചതുരശ്ര മീറ്ററിലായി റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നാം നിലയിൽ AE ഓഫീസ്, SSA, BRC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയ്ക്കും രണ്ടാം നിലയിൽ ICDS ഓഫീസ്, കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്, മട്ടന്നൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, RTO എൻഫോഴ്സ്മെന്റ് ഓഫീസ്, പഴശ്ശി ഇറിഗേഷൻ, വെക്ടർ കൺട്രോൾ ഓഫീസ്, ആർക്കിയോളജി ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കുമാണ് റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി ലഭിച്ചത്. ഓരോ നിലയിലും ഏതൊക്കെ ഓഫീസ് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചതല്ലാതെ കെട്ടിടത്തിൽ എവിടെയൊക്കെയാണ് ഓഫീസുകൾ സ്ഥാപിക്കേണ്ടതെന്ന അറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇനി യോഗം ചേർന്ന് വേണം ഓരോ ഓഫീസുകളും എവിടെയൊക്കെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ. അതിനുശേഷം ഓരോ ഓഫീസുകൾക്കും അറിയിപ്പ് ലഭിച്ച ശേഷം അതാത് ഓഫീസുകൾ തന്നെ ഫർണിഷിംഗ് ചെയ്യണം. അതിനുശേഷം മാത്രമേ റവന്യൂ ടവർ കൊണ്ട് ലക്ഷ്യമിട്ടത് യാഥാർത്ഥ്യമാകൂ. 2018 ജൂണിലാണ് റവന്യൂ ടവർ നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2019 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ ടവറിനും തൊട്ടടുത്ത് സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും തറക്കല്ലിട്ടു. കോവിഡ് വില്ലനായെങ്കിലും 2021 ഡിസംബറോടെ പ്രവൃത്തികൾ ദ്രുതഗതിയിലായി. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാളിത്രയായിട്ടും ഇപ്പോഴും മിനുക്കുപണികൾ തുടരുകയാണ്. പ്രധാന കവാടം കഴിഞ്ഞു. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നിരത്തിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതേ വശത്ത് ചുമരിനോട് ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾക്കായി കെട്ടിപ്പൊക്കി ഇരുമ്പ് തൂണുകൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. കെട്ടിടത്തിനുള്ളിലും മിനുക്കുപണിക്കായി തയ്യാറാക്കിയ സ്റ്റാൻഡുകൾ കാണാം. കൂടാതെ ജനലുകൾക്കായുള്ള ഫ്രെയിമുകളും പലയിടങ്ങളിലായി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ റവന്യൂ ടവറിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.